ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് കപ്പപ്പൊടി കൊണ്ട് ഒരു വട ഉണ്ടാക്കാം കേട്ടോ. കപ്പപ്പൊടിയാണത്. കപ്പ പൊടിച്ചുണ്ടാക്കണില്ലേ, നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചതാണത്. ഇത് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വിൽക്കണതാണ്. ഇപ്പം ഞാൻ മേടിച്ചതാണ് ഒരു കപ്പ്. നല്ല പച്ചക്കപ്പ് ഉണങ്ങി പൊടിച്ചെടുത്തതാണ്. നമുക്ക് പഴയ പുതുമയിൽ നിന്നും പഴയതിലേക്ക് പോകാം കേട്ടോ. പുതിയതിൽ നിന്നും പഴമയിലേക്ക് പോകാൻ ഒരു അവസരമാണിത്. അപ്പം നമുക്ക് കപ്പപ്പൊടി ഒരു കപ്പ് എടുത്തിടാം. ഒരു കപ്പ് പാത്രത്തിലേക്ക് എടുത്തിടാം കേട്ടോ. അതിന് ഒരു കപ്പ് കുറച്ചും കൂടി എടുത്തിട്ടിട്ടുണ്ട്. ഇത്രയും കൂടി ഇടാം, നമുക്ക് തികഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക്. പിന്നെ ഈ ബൗളിന് 3/4 ബൗള് ഇതുണ്ട്, കടലമാവ്. അതുപോലെ തന്നെ റവ ഇടുന്നുണ്ട്, കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. ഇതിന് അളവൊന്നുമില്ല, എൻ്റെ ഉദ്ദേശമാണ് ഞാൻ ചെയ്യണത് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഇനി വേണ്ടത് ഒരു 1.5 സവാള ഞാൻ അരിഞ്ഞു വെച്ചതാണ്. രണ്ട് പച്ചമുളക് ഉണ്ട് ഇതിനകത്ത്. ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഉണ്ട്, അതൊന്ന് കീറിയിട്ട് കൊടുക്കാം നമുക്ക്. ഒരു ശകലം മല്ലിയില ഉണ്ട്, കുറച്ച് ഇഞ്ചി. അപ്പം ഇതൊന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ തിരുമ്മി കൂട്ടിയിട്ട് വേണം, അല്ലെങ്കിൽ അവിടെ ആയി പോകും ഉപ്പ്. ഇപ്പം എല്ലാം യോജിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കുറേശ്ശെ ഒഴിച്ച് നനച്ച് കൊടുക്കാം. ശകലം വെള്ളം കൂടി വേണം, വെള്ളം കൂടി പോരുത് കേട്ടോ. നല്ലോണം കുഴച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുക്കുക. കവറെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട്
പരത്തി വയ്ക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്താം. നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിൽ ശകലം എണ്ണ വരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുവേ. അധികം വലുതാകണ്ട കേട്ടോ, ഒരു മാതിരിയായിട്ട്, അല്ലെങ്കിൽ മൊരിഞ്ഞ് കിട്ടില്ല നമുക്ക്. കൈ കൊണ്ടും പരത്താം, പക്ഷേ ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്തണത്. അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കവർ എടുത്തത്. ഇത് മിൽമയുടെ കവറാണ് കേട്ടോ, അത് മുറിച്ച് തേച്ച് കഴുകി എടുത്തതാണ്. എല്ലാം പരത്തിയിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. ഇതിന് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കപ്പയുടെ പൊടിയല്ലേ, അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇതിൻ്റെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ട ഉണ്ടാക്കിയിട്ട്, പൊരിച്ചുണ്ട അതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വടയായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി തിന്ന് നോക്കാം, കഴിച്ചു നോക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുക്കാം കേട്ടോ. ചട്ടി ചൂടാകുമ്പോഴേക്കും ഉള്ളതും കൂടി നമുക്ക് പരത്തിയെടുക്കാം. ചട്ടി ചൂടായിക്കോട്ടെ. എനിക്ക് കുറച്ച് സ്ഥലത്തിന് ഇടമൊന്നുമില്ല, സൗകര്യമില്ല, ചെറിയൊരു അടുക്കളയാണ്. അപ്പോൾ അതിൻ്റെ സൗകര്യക്കുറവൊക്കെ ഉണ്ട്, പാത്രത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. വെള്ള പാത്രത്തിലാണ് ഞാനെല്ലാം ചെയ്യണത്. എല്ലാവരും വിചാരിക്കും ഞാൻ എന്നോ ഇതുപോലെ തന്നെ ഒരെണ്ണത്തിൽ തന്നെ ചെയ്യണമെന്നാന്ന് വിചാരിക്കും. അത് സ്ഥലത്തിൻ്റെ പരിമിതികളനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്യണത്. ചട്ടി ചൂടായിക്കോട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിക്കോട്ടെ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ വട എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഇട്ട് നോക്കാം എണ്ണയിലേക്ക്.
ഇട്ട് കൊടുക്കാൻ കേട്ടോ രണ്ടാമത്. ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പം അടുത്ത വടയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയിട്ട് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പരിപ്പ് വടയോ? പരിപ്പ് വടയല്ല, കപ്പപ്പൊടിയുടെ വട. കപ്പപ്പൊടി വെച്ചൊരു വട ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. ഒന്ന് തിന്ന് നോക്ക്. ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്ക്. ഇതൊക്കെ പഴയ പരിപാടിയാണ്. അതിൽ നിന്ന് പുതുമയിലേക്ക് വരുവാണ്. പണ്ട് കാലങ്ങളിലാണ് ഇങ്ങനെയൊക്കെ കപ്പപ്പൊടി കൊണ്ട് പല പലഹാരം ഉണ്ടാക്കിയിട്ട്. ഇപ്പം അതൊക്കെ ആൾക്കാരെല്ലാം വിട്ട് കളഞ്ഞു. ഇപ്പം പുതുമയിലേക്ക് ഒന്ന് പോരാന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ അത് ഡിലീറ്റ് ചെയ്ത് കളയണുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്യണത്? ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യാം. എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതുകൊണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ സുഖമില്ലാത്ത ഒരാളാണ്. അതിൻ്റെ പേരിലാണ്. ഞാനും വയസ്സായി. അപ്പം ഇനി പുറത്ത് പോയി പണിയെടുക്കാൻ ഒരുപാട് നമ്മൾ പണിയെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണ ആളെ ഡിലീറ്റ് ചെയ്ത് കളയല്ലേ ദയവ് ചെയ്ത്. നമ്മളൊരു സബ്സ്ക്രൈബ് അല്ലേ ചോദിക്കണുള്ള ആൾക്കാരോട്. ഒന്നും വേറെ ചോദിക്കണില്ലല്ലോ. ഇതൊന്ന് ചെയ്താൽ മതിയല്ല. വിരൽ കൊണ്ട് ഒരു അമർത്തിയാൽ മതി. വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല അതിൽ. മോശമായ കാര്യങ്ങളും ചെയ്യുന്നില്ല. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഇതാക്കണമെന്ന് ഞാൻ വിചാരിക്കണം. കഴിഞ്ഞിട്ടുണ്ട്. ഇത് കോരിയെടുക്കാൻ പറ്റും.
രണ്ടെണ്ണം കൂടിയേ ഉള്ളൂ. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഉണ്ടാക്കി കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ആക്കുവാണ് കേട്ടോ. ഒന്ന് മാറ്റി വെച്ചോട്ടെ. കണ്ടല്ലോ, കപ്പപ്പൊടി ഉണ്ട് വട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു പലഹാരമാണ്. മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നല്ല മണമൊക്കെ ഉണ്ട്. മല്ലിയിലയും കരിവേപ്പിലയുടെയൊക്കെ മണമുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുമാണത്. ഞാൻ തന്നെ ആദ്യം ഒന്ന് തിന്ന് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ കണ്ടല്ലോ, കപ്പപ്പൊടി വെച്ചിട്ടൊരു വട ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് സബ്സ്ക്രൈബും ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.